പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ധന വിതരണ മേഖലയിൽ പ്രതിസന്ധിയില്ലെന്നും ആശങ്ക വേണ്ടെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. രാജ്യത്ത് LPGയുടെ ആവശ്യകത കുറഞ്ഞിട്ടുണ്ട്. 90,000 മെട്രിക് ടൺ ആയിരുന്നത് 75,000 മെട്രിക് ടൺ ആയി കുറഞ്ഞുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. LNG and LPG, when this crisis began, there were some concerns, but we converted the challenge into an opportunity. We have ramped up our domestic production of LPG, which used to be 36,000 metric tons per day. We have now taken it up to 54,000 metric tons per day. Some of my friends tried to say that, some shortage is coming and therefore you should do some buying. That was also short-lived. Today I can tell you that this situation in the last 4 years, there has been no increase in prices. വിവരങ്ങളുമായി അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, മന്ത്രി പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഒന്ന്, കരുതൽ ശേഖരം ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് തന്നെ സപ്ലൈയിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവില്ല, വിതരണത്തിൽ പ്രശ്നമുണ്ടാവില്ല എന്ന ഒരു സൂചന. മറ്റൊന്ന്, ഈ ക്രൂഡ് വില കൂടുന്നു. ഇന്നിപ്പോൾ $105 മുകളിലാണ് ബ്രെന്റ് ക്രൂഡ് ബാരലിന് വില. ആ ക്രൂഡ് വില കൂടുന്നത് കൊണ്ട് തന്നെ വില പിടിച്ചു നിർത്താനുള്ള ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന ഒരു സൂചന. ഈ രണ്ട് കാര്യങ്ങളാണോ മന്ത്രി വ്യക്തമാക്കിയത്? ക്രിസ്റ്റിന, രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്നുള്ള കാര്യം കേന്ദ്രം, പ്രത്യേകിച്ചും പെട്രോളിയം മന്ത്രി തന്നെ പലകുറി ആവർത്തിച്ച് പറയുമ്പോഴും അത് വിതരണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ എണ്ണ കമ്പനികൾക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകും, നഷ്ടം കൂടുതലൊന്നും സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതികരണത്തിലൂടെ തന്നെ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ സൂചനകളായിട്ടടക്കം പുറത്തു വന്നതാണ്, ഒരുപക്ഷെ 1-2 ദിവസത്തിനകം തന്നെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 5 രൂപയിലേക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്രവും അതുപോലെ തന്നെ പെട്രോളിയം മന്ത്രി എല്ലാം നടത്തുന്ന പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിതരണ പ്രതിസന്ധി ഇല്ല, പ്രത്യേകിച്ചും സ്റ്റോക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ക്രൂഡും അതുപോലെ LPGയും LNGയും കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകത ഇപ്പോൾ LPG ആണെങ്കിൽ നേരത്തെ 90,000 മെട്രിക് ടൺ ആയിരുന്നു രാജ്യത്തെ അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നത്. അതിപ്പോൾ 75,000 മെട്രിക് ടണ്ണിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നേരത്തെ 34,000 ആയിരുന്നത് ഇപ്പോൾ 54,000 മെട്രിക് ടണ്ണിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ പോലും പ്രതിദിനം എണ്ണ കമ്പനികൾക്ക് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയുള്ള നഷ്ടം അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുഴുവൻ ഉണ്ടായിട്ടുള്ള ലാഭത്തിനെ പോലും തകർക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അധിക നാളൊന്നും ഈ നഷ്ടം ഇനിയും പോകാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ 15-ാം തീയതിക്കകം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് എത്രത്തോളം വർധന ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല LPGയുടെ കാര്യത്തിലും വില വർധന ഉണ്ടാകും, ഈ ഗാർഹിക ഉപയോഗത്തിലുള്ള LPGയുടെ കാര്യത്തിലും വില വർധന ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. എന്നാൽ അതിനപ്പുറത്തേക്ക് ക്ഷാമമോ. പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.